ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു പുതുപുത്തൻ ടെക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ടെക് വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത് കാറിൻ്റെയൊക്കെ ഡിക്കി സ്പേസ് വേസ്റ്റ് ചെയ്ത് കളയാതെ നമുക്ക് ഫിക്സ് ചെയ്യാൻ കഴിയുന്ന ഒരു സബ്വൂഫർ സിസ്റ്റത്തെ പറ്റിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അത് അൺബോക്സ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കാറിൽ എങ്ങനെ ഫിക്സ് ചെയ്യാം, അത് ഫിക്സ് ചെയ്യുന്ന ഒരു മെത്തേഡൂടെ നമ്മൾ കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മൾ പറഞ്ഞ ഐറ്റം. ഇൻബിൽറ്റ് ആംപ്ലിഫയർ കൂടിയുള്ള ഒരു സബ്വൂഫറാണ് ഐറ്റം. അപ്പോൾ നമ്മൾ ബോക്സ് ഫുള്ള് അൺബോക്സ് ചെയ്ത് പുറത്തെടുത്തു. ഇത് നമ്മൾ ഇതിൻ്റെ ഒരു ബ്രാൻഡ് പറയുകയാണ് ബോസ്ട്രിക്ക് എന്ന് പറയുന്ന ബ്രാൻഡാണ്. ആ സൈഡിൽ തന്നെ അവർ ബ്രാൻഡിങ് കോഡ് ഇട്ടിട്ടുണ്ട്, ബോസ്ട്രിക്ക്. അത് കാർ ആക്സസറീസ് ഒക്കെ ചെയ്യുന്നൊരു ബ്രാൻഡാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ പറയുകയാണ്. ഇത് വുഡൻ ബോക്സാണ്. അതുപോലെ ഇതിൻ്റെ മുൻവശം നോക്കിക്കഴിഞ്ഞാൽ സബ്വൂഫറിൻ്റെ എയർ ഹോൾ അവർ നല്ല മനോഹരമായിട്ട് തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ വൂഫറിൻ്റെ പുറത്ത് നോക്കിയാൽ നല്ലൊരു പ്രൊട്ടക്ഷൻ ഗ്രില്ല് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ട് തന്നെ പ്രൊട്ടക്ഷൻ ഗ്രില്ലുണ്ട്. അതുപോലെ നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ ശരിക്കും ഇതിപ്പോൾ നമ്മുടെ തടിയുടെയാണ്. വുഡും കിട്ടും, നമുക്ക് മെറ്റൽ ബോക്സും കിട്ടും. മെറ്റൽ ബോക്സ് ഇതിലും ഇച്ചിരി കൂടി ഒരു കോമ്പാക്റ്റാക്കി, ഇച്ചിരി കൂടി ചെറുതായിരിക്കും മെറ്റൽ ബോക്സ്. പക്ഷേ അതിന് റേറ്റ് കൂടുതലായിരിക്കും. അതുമല്ല മെറ്റൽ ബോക്സിൻ്റെ ഒരു പോരായ്മ പറയുകയെന്ന് വെച്ചാൽ എഫക്ട്സ് അത്രയും കിട്ടില്ല. ശരിക്കും നമുക്ക് ഈ തടിയുടെ ബോക്സിനാണ് നല്ല എഫക്റ്റ് കിട്ടുന്നത്, നല്ല പക്ക സൗണ്ട് എഫക്റ്റ് കിട്ടുന്ന തടിയുടെ ബോക്സിനാണ്. അതുപോലെ നമുക്ക് വിലയും കുറവായിരിക്കും എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് കൂടെ നമുക്ക് ഈ വുഡൻ ബോക്സിനുണ്ട്. പിന്നെ ഇതിന് നമുക്കൊരു 1 ഇയർ വാറണ്ടി കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു വാറണ്ടി കാർഡ് നമുക്ക് ഇതിൻ്റെ കൂടെ ഉണ്ടാവും, ഒരു വാറണ്ടി കാർഡ്. അതുപോലെ ഇത് നമ്മൾ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തെന്നുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നതായിരിക്കും. ഇത് നമ്മൾ ഇതിൻ്റെ കണക്ഷൻസൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അതിൻ്റെ ബാക്ക് സൈഡിൽ അതിൻ്റെ കണക്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കണക്ഷൻസ് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഇതേ ഒരു യെല്ലോ കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് ഫ്യൂസാണ്. ഒരു 20 ആംപിയർ ഫ്യൂസ് പ്രൊട്ടക്ഷൻ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ മെയിൻ കണക്ഷൻസ് വരുന്നത്. അതിൽ ലെഫ്റ്റ് സൈഡിൽ ഗ്രൗണ്ട്, അതിൻ്റെ നടുക്ക് വരുന്നത് പ്ലസ് 12 വോൾട്ട്, ബാറ്ററിയിൽ നിന്ന് വരുന്ന 12 വോൾട്ട്. റൈറ്റിൽ റിമോട്ട് കണക്ഷനാണ് വരുന്നത്. അത് നമുക്ക് വണ്ടിയുടെ ഒക്കെ സെറ്റ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും, ഈ 3 കണക്ഷനാണ് നമുക്ക് വരുന്നത്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറം തന്നെ ഇതിൻ്റെ വോളിയം കൺട്രോളുണ്ട്, നമുക്ക് വോളിയം ഇവിടെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ തൊട്ടപ്പുറം വരുന്നത് ഒരു ക്രോസ് ഓവർ സ്വിച്ച് നമ്മൾക്ക് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അതിൽ 2 ബാൻഡുണ്ട്. അതിൽ റൈറ്റിലേക്ക് നമ്മൾ ആ കണക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ ഫുള്ളെന്ന് പറയുന്നൊരു ഓപ്ഷനിലാണ് കിടക്കുന്നത്. ഫുള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഓഡിയോ അതിൻ്റെ ഫുള്ള് എഫക്ട്സ് നമുക്ക് കിട്ടും. അതായത് ഒരു പാട്ടാണെങ്കിൽ ആ പാട്ടും അതിൻ്റെ എഫക്ട്സും എല്ലാം കൂടെ കിട്ടും. നമുക്ക് പാട്ടും കേൾക്കാം, അതിൻ്റെ എഫക്ട്സും ഉണ്ടാവും. പിന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ബാൻഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ബാസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ്റെ കിടക്കുള്ളൂ. അപ്പോൾ ആ പാട്ട് നമുക്ക് കേൾക്കാൻ പറ്റില്ല. നമുക്കതിൻ്റെ ബാസ് എഫക്റ്റ്, അതായത് ഇടിയൊക്കെയാണ് കേൾക്കാൻ പറ്റുക. ഇടി മാത്രമാണ് കേൾക്കാൻ പറ്റുന്ന എഫക്ട്സ് മാത്രം. അങ്ങനെ ഒരു ക്രോസ് ഓവർ സ്വിച്ച് ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറം വരുന്നത് ഫ്രീക്വൻസി കൺട്രോൾ ചെയ്യാനുള്ള ഒരു കൺട്രോളാണ്. 40 ഹെർട്സ് തൊട്ട് 200 ഹെർട്സ് വരെയുള്ള ഒരു കൺട്രോളിങ്സ് അവരവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് പിന്നെ നോക്കാനുള്ളത് ഫ്യൂസിൻ്റെയൊക്കെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹൈ ഔട്ട്പുട്ടുണ്ട്. ഈ ഹൈ ഔട്ട്പുട്ടിൽ നമുക്ക് സ്പീക്കർ കണക്ട് ചെയ്യാനുള്ള ഒരു കണക്ഷൻസാണ് ഈ വരുന്നത്, ഹൈ ഔട്ട്പുട്ട്. അതിൻ്റെ തൊട്ടപ്പുറം തന്നെ ഒരു ഹൈ ഇൻപുട്ടുണ്ട് നമുക്ക്. അത് നമുക്ക് ഈ നോർമൽ ആംപ്ലിഫയർ എന്നുള്ള സ്പീക്കർ ഔട്ട് നമുക്ക് നേരെ ഇതിലേക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, ആംപ്ലിഫൈ ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനാണ്. അതിൻ്റെ തൊട്ടപ്പുറം തന്നെ നമുക്കൊരു MP3 എന്ന് പറഞ്ഞിട്ടൊരു 3.5 mm ജാക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ജാക്ക് വഴിയുള്ള ഇൻപുട്ട് ഇതിന് കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത്. അങ്ങനെ ഒരു ഓപ്ഷനോടെ ഉണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറം നമുക്ക് AV കോഡ് ടൈപ്പ് ഇൻപുട്ടുണ്ട് ഇതിന് ആമ്പിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതിൻ്റെ തൊട്ടപ്പുറം തന്നെ ഇതിൽ നിന്ന് നമുക്ക് ഓഡിയോ ഔട്ടും എടുക്കുക എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതും AV കോഡ് ടൈപ്പാണ്. ഇത്രയും കണക്ഷൻസാണ് നമുക്ക് ഈ ഒരു സബ്വൂഫറിലുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മളിത് കാറിൽ ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാറിൽ ഫിക്സ് ചെയ്യാനായിട്ട് നമുക്ക് ഇത് മാത്രം പോരാ, ഇതിൻ്റെ ഒരു വയറിംഗ് കിറ്റുണ്ട്, അതുകൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാറിൽ വയർ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം, ഒരിടത്തും ഷോർട്ട് ആവുമോ അങ്ങനെയൊന്നും ചെയ്യരുത്. നല്ല രീതിയിൽ ഉള്ളൊരു പ്രൊട്ടക്ഷൻ വയറിങ് വേണം. അപ്പോൾ അത് ഇങ്ങനെ ഒരു കിറ്റ് കൂടെ നമ്മൾ വാങ്ങിക്കണം, കാറിൻ്റെ വയറിംഗ് കിറ്റ്.
അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങൾ മതി. നമുക്കിനി ഇത് ഫിക്സ് ചെയ്ത് ഇതിൻ്റെ എഫക്ട്സ് ഒന്ന് ശരിക്കും നോക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഫിക്സ് ചെയ്ത് എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അതിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ കാറിൻ്റെ ബോണറ്റ് പൊക്കി, ബാറ്ററി ഉണ്ട്. ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലാണ് വരുന്ന, നെഗറ്റീവ് ടെർമിനൽ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞങ്ങൾ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. ഇനി നമ്മുടെ വയർ ചെയ്യാനുള്ള കിറ്റ് ഇതാണ്, നമ്മൾ കാണിച്ചിരുന്നു. അപ്പം നമുക്ക് ഇനിയിപ്പം ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നമ്മളന്നേരം ഓപ്പൺ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് വയറിനിടാനുള്ള സ്ലീവാണ്. എൻജിൻ റൂമിൽ നമ്മളിത് ഈ സ്ലീവ് മസ്റ്റായിട്ട് ഇടണം. വെച്ചാൽ അവിടെ നല്ല ഹീറ്റ് ആകുന്ന ഏരിയ ആയതുകൊണ്ട് ആ സ്ലീവ് ഇടണം. പിന്നെ നമുക്ക് ഫ്യൂസ് പ്രൊട്ടക്ഷനാണത്. ഈ ഫ്യൂസ് ഇട്ട് വേണം, നമ്മൾ മസ്റ്റായിട്ടും ഫ്യൂസ് ഇട്ട് വേണം ചെയ്യാനായിട്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, എന്തെങ്കിലും ഇഷ്യൂസ് വന്നാലും ട്രിപ്പായി പോകാൻ വേണ്ടിയിട്ട്. ഇത് അതിൻ്റെ വയർ ടൈയും അതിൻ്റെ വയറിൻ്റെ അറ്റത്ത് കണക്ട് ചെയ്യാനുള്ള കണക്റ്റേഴ്സും ഒക്കെയാണ് ഈ ഒരു പാക്കറ്റായിട്ട് ഇതിലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വയറിങ്ങിനെ ചുറ്റി വെച്ചെന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് വയറല്ല, ഫുള്ള് അതിൻ്റെ RCA കേബിളും ഉണ്ട്, അതിനൊപ്പം അതിൻ്റെ പവർ കേബിളും ഇൻക്ലൂഡഡ് ആണ്. എല്ലാം കൂടെ ഒറ്റ ചുറ്റായിട്ടാണ് ഇതിനകത്ത് കാണുന്നത്. അതിൻ്റെ പിന്നൊക്കെ അതിൻ്റെ അറ്റത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഫ്യൂസ് വയർ കണക്ഷൻ കൊടുത്തു. അതിൻ്റെ അറ്റത്തൊരു കണക്ടർ കാണാം. ഈ കണക്ടറാണ് നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുന്നത്, ഈ കണക്ടർ. അപ്പോൾ നമ്മൾ ഫ്യൂസിൻ്റെ വയറിന് സ്ലീവ് കൂടി ഇട്ടിട്ടുണ്ട്. സ്ലീവ് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഈ എൻജിൻ്റെ സൈഡിലൊക്കെ നമ്മൾ നന്നായിട്ട് ചൂടാകും, നന്നായിട്ട് ഹീറ്റ് വരും. അപ്പം അതിന് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് നമ്മൾ ഇടുന്നതാണ്. അപ്പം അത് മസ്റ്റായിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ ഈ വലിയൊരു പാനലിൻ്റെ ഉള്ളിലാണ് ഈ സ്റ്റീരിയോ സെറ്റ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളത് അഴിച്ചെടുത്തെങ്കിൽ മാത്രമേ അത് സ്റ്റീരിയോ സെറ്റ് പുറത്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ സ്റ്റീരിയോ സെറ്റ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓഡിയോ ഔട്ട് കണക്ഷൻ, അതായത് ഇത് അഴിച്ചിട്ട് നമുക്ക് എടുക്കണം, അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സെറ്റ് അഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക് സൈഡിൽ കാണാൻ പറ്റും ഓഡിയോ ഔട്ട്പുട്ട് ഉണ്ട് അതിൻ്റെ. അതുതന്നെയാണ് നമ്മുടെ സബ്വൂഫറിൻ്റെ ഓഡിയോ ഇൻപുട്ടായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് റിമോട്ട് കണക്ഷൻ ഉണ്ട്. ആ റിമോട്ട് കണക്ഷൻ നമ്മൾ കണക്ട് ചെയ്യണം. അതായത് സെറ്റ് ഓണായെങ്കിൽ മാത്രമേ സബ്വൂഫർ ഓണാകാൻ പാടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് കണക്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കൊടുക്കേണ്ട ആ ഓഡിയോ കണക്ടർ നേരെ ആ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പിന്നിൽ കണക്ട് ചെയ്താൽ മതിയാവും. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സബ്വൂഫറിന് ഓഡിയോ ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. കണക്ഷൻ എന്ന് കാണുമ്പോൾ ഒത്തിരി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. രണ്ട് കണക്ഷനേ അവിടെ വരുന്നുള്ളൂ. ഈ 2 പിന്നുള്ള ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഓഡിയോ ഔട്ട് അതിൽ നിന്ന് എടുത്ത് വലിച്ച് അതിനുള്ള ഇൻപുട്ടായിട്ട് കൊടുക്കാനുള്ളതും പിന്നെ റിമോട്ടിൻ്റെ ആ ഒരു കണക്ഷനേ വരുന്നുള്ളൂ. ഈ 2 കണക്ഷൻ അതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നുള്ളൂ. അത് രണ്ടും ശ്രദ്ധിച്ചാൽ മതിയാവും. അപ്പോൾ നമ്മൾ കണക്ഷനൊക്കെ കൊടുത്തിട്ട് സംഭവം തിരിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ സെറ്റും അതിൻ്റെ പുറത്തെ ആ കവറും എല്ലാം നമ്മൾ ഫിറ്റ് ചെയ്ത് പഴയ പോലെ ആക്കി. ഇനിയിപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് പോയേക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മളിത് അടിക്കൂടി എടുത്തിട്ട് ഈ വണ്ടിയുടെ സൈഡിൽ ഉള്ള ഈ ബീഡിങ് ഒക്കെ ഉണ്ട്. ഈ ബീഡിങ് ഇതൊക്കെ നമുക്ക് ഊരിയെടുക്കാവുന്നതാണ്. ഇതിനകത്തൂടെയാണ് നമ്മൾ പുറകിലേക്ക് ഈ കണക്ഷൻ അങ്ങ് വിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സബ്വൂഫറിൻ്റെ ബാക്കിലേക്ക് ബാക്കി കണക്ഷൻസ് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചു. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ആ റൈറ്റിൽ നിന്ന് ഫസ്റ്റ് റിമോട്ട് കണക്ഷനാണത്. പിന്നെ ബാറ്ററിയുടെ പോസിറ്റീവ് പ്ലസ് 12 വോൾട്ട്, പിന്നെ ഗ്രൗണ്ട് കണക്ഷൻ ആണ് വരുന്നത്. അത് നമ്മൾ ബോഡിയിൽ എവിടെയെങ്കിലും സ്ക്രൂ ചെയ്താലും മതിയാവും. പിന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇൻപുട്ട് നമ്മൾ സ്റ്റീരിയോ പാനലിൽ നിന്ന് വലിച്ച് ഇവിടെ കൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ്. ഇത്രയേ ഉള്ളൂ അതിൻ്റെ കണക്ഷൻസ്. അപ്പോൾ നമ്മുടെ സബ്വൂഫർ ഓണായിട്ടുണ്ട്. ഓണായൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അവിടെ ഒരു ബ്ലൂ ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കിച്ചാൽ മതി. ഇതിൻ്റെ എഫക്റ്റ് എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് അറിയാൻ വേണ്ടി നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് സബ്വൂഫർ. അപ്പോൾ നമ്മൾ ശരിക്കും ടൈറ്റ് ചെയ്തിട്ടില്ല. നമുക്കതൊന്ന് ടൈറ്റ് ചെയ്ത് ഫിക്സ് ചെയ്യേണ്ടതായിട്ടൂടെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമുക്ക് സ്പേസ് നന്നായിട്ട് ലാഭമാണ്. ഡിക്കി സ്പേസ് വേസ്റ്റ് ആകുന്നില്ല. നമുക്ക് ബാക്കി സ്പേസ് അതുപോലെ തന്നെ നമുക്ക് കിട്ടും.
എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെക്കാനൊക്കെ ആണെങ്കിലും. അപ്പോൾ നമ്മളിത് ഇനിയിപ്പോൾ ഒന്ന് ടൈറ്റ് ചെയ്ത് ചെയ്യേണ്ട കേസ് കൂടെ നമുക്ക് വരുന്നുള്ളൂ. ഓട്ടത്തിലൊന്നും അങ്ങനെ ഒരു ഷെയ്ക്ക് വന്നാലും ഇഷ്യൂ വരാത്ത രീതിയിൽ നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് ടൈറ്റ് ചെയ്താൽ മതി. നമുക്ക് ഇത്ര സ്പേസ് ലാഭിക്കാൻ പറ്റി. നമ്മളിത് പർച്ചേസ് ചെയ്തത് ശരിക്കും എറണാകുളത്ത് പള്ളിമുക്കിൽ നിന്നാണ്. പള്ളിമുക്കിൽ മോഡേൺ കാർ ആക്സസറീസ് അവിടെ നിന്നാണ് നമ്മൾ ഇത് പർച്ചേസ് ചെയ്തത്. അവിടെ ശരിക്കും നമുക്കൊരു വണ്ടിക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട്, ഓഡിയോ സിസ്റ്റംസ് എല്ലാം ഉണ്ട് അവിടെ. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്കത് ഫിക്സ് ചെയ്തും തരും. അതുപോലെ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ അവർ നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നതാണ്. പ്രൈസ് റേഞ്ച് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി അവരെ. ഞാൻ അവരുടെ നമ്പർ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സബ്വൂഫർ സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. അതായത് കാറിനുള്ളിൽ ഡിക്കി സ്പേസ് വേസ്റ്റ് ചെയ്യാതെ അത് ഏറെക്കുറെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് ഇപ്പോൾ കാണിച്ചിട്ടുണ്ട്. അപ്പം വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ സബ്വൂഫർ ശരിക്കും നമുക്ക് ഇച്ചിരി കൂടെ വലിയ വണ്ടിയുടെ സീറ്റിൻ്റെ അടിയിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ശരിക്കും. നമ്മളിപ്പോൾ ഈ വണ്ടിക്ക് നമ്മൾ ബാക്ക് സൈഡിലാണ് വെച്ചേക്കുന്നത്, സീറ്റിൻ്റെ അടി സെറ്റ് ആകാത്തതുകൊണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഉപയോഗം ഉണ്ട്. അപ്പോൾ നമ്മൾ ഏറെക്കുറെ സബ്വൂഫറിൻ്റെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ബേസിക്കാണ് കൂടുതൽ നമ്മൾ കാണിച്ചേക്കുന്നത്. അപ്പോൾ മറ്റൊരു ടെക് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.